ആഘോഷങ്ങൾക്കെല്ലാം ലഹരി ഒരു നീഡായി വരുന്നു എന്നുള്ളൊരു സാഹചര്യം നമ്മളിപ്പോ കാണുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അതിന് മുന്നേ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, കുട്ടികൾക്ക് ആരാണ് ഇങ്ങനെ ഒരു രീതി അവരുടെ ചിന്തയിലേക്ക് കൊടുക്കുന്നത്? അത് മുതിർന്നവർക്കും അതിന് പങ്കുണ്ട്, നമ്മുടെ സാമൂഹ്യ പരിസ്ഥിതിക്ക് അതിന് പങ്കുണ്ട്. സമൂഹത്തിൽ എങ്ങനെയാണ് ആഘോഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളതിലും പങ്കുണ്ട്. അതിനകത്ത് മീഡിയ ഉണ്ട്. നമ്മൾ പല സിനിമകളിലും കാണുന്നതാണ്, വിജയം വന്നാൽ ആഘോഷിക്കാനായിട്ട് മദ്യക്കുപ്പി പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നു, പാർട്ടി കാണിക്കാൻ അല്ലെങ്കിൽ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലഹരി ഒരു നീഡായി മാറുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കാണുന്ന കാര്യങ്ങൾ ഇത് ഓക്കെയാണ്, അവരത്രയും സന്തോഷിക്കുന്നു, അപ്പൊ ഞങ്ങളും ആ രീതിയിലാണ് സന്തോഷിക്കേണ്ടുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരികയും അത് അവര് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കൗമാരക്കാര് ഏതൊരു കാര്യവും അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ ഒരു ത്വരയുള്ള സമയമാണ്. അപ്പൊ സ്വാഭാവികമായും ഇത് സംഭവിക്കും. പക്ഷേ ഈ 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ ലഹരി കിട്ടുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന മദ്യഷോപ്പുകളിലോ അല്ലെങ്കിൽ ബാറുകളിലോ എവിടെയാണെങ്കിലും 18 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമേ മദ്യം വിൽക്കപ്പെടാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ചെക്കിംഗ് പ്രോസസ് നടക്കുന്നില്ല എന്ന് വേണമോ കരുതാൻ? അതോ അല്ലാതെ ആരെങ്കിലും ഇവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? അതോ വീടുകളിൽ തന്നെ ശേഖരിച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് അവർ എടുത്തിട്ട് വരുന്നതാണോ ആഘോഷത്തിന് വേണ്ടി? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ കാര്യത്തിലും. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ 2 സംഭവത്തിലും, തിരുവനന്തപുരത്ത് നടന്നതിലും അല്ലാതെ സ്കൂളിൽ മദ്യപിച്ച് ഓണാഘോഷത്തിനിടയിൽ മദ്യപിക്കുകയും സ്കൂൾ ബാഗിൽ നിന്ന് മദ്യം കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന മദ്യപിച്ചു എന്നുള്ളതിൽ ഉപരിയായി കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ മൊമെന്റ് വരെ കൂടെ നിന്ന് കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് തോളത്ത് കൈവിട്ട് നടന്നിരുന്ന ഒരു സംഘത്തിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ, ആരോഗ്യകരമായി ഗുരുതരമായ പ്രശ്നം വന്നപ്പോൾ അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോകാനാണ് ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനാണ് അവർ ശ്രമിച്ചത് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും എന്റെ തടി രക്ഷിക്കണം എന്ന് മാത്രമുള്ള ഒരു സെൽഫിഷ് തോട്ടിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നോന്നോ അല്ലെങ്കിൽ യുവതലമുറ മാറുന്നോന്നോ എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. തീർച്ചയായും ഡോക്ടർ പറഞ്ഞത് ഒരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു പോയിന്റിലേക്കും അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലേക്കും നമ്മൾ അതിനെ ചിന്തിക്കാൻ വിട്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ഈ ഒരു ഒരുമിച്ച് അവർ ഷെയർ ഇട്ട് കുടിച്ചു, അല്ലെങ്കിൽ അവർ വാങ്ങാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി, പക്ഷേ ഒരു അവസ്ഥ വന്നപ്പോൾ അവരുടെ ഒരു സ്വന്തം ലൈഫ് അല്ലെങ്കിൽ അതായിരിക്കും ചിന്തിക്കുന്നത് മെയിനായിട്ട്. കാരണം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ചെറിയ പ്രായത്തിൽ ഈ ഒരു വേർതിരിവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതി വരുന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് അവരുടെ ഒരു വളർച്ച അതിനെയൊക്കെ സ്വാധീനിക്കും. സമൂഹത്തിൽ തന്നെ ഇത് വലിയൊരു ദോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊപ്പം ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഈ ഒരു ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും നമുക്കറിയാം സംസ്ഥാനത്തുടനീളം വലിയ തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കണ്ണികളിൽ അകപ്പെട്ടു പോകുന്നത് യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ്. വിദ്യാലയങ്ങളുടെ പരിസരത്തൊക്കെ ഇത്തരത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രചരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ആദ്യം ചെന്നുപെടുന്നതും വിദ്യാർത്ഥികളാണ്. എങ്ങനെ ഇതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാം? അതുപോലെ തന്നെ പഠന പാഠ്യ വിഷയങ്ങളിലെല്ലാം മദ്യപാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പഠിക്കാൻ കുട്ടികൾക്ക് സമയമില്ല. സോഷ്യൽ മീഡിയ കൂടുതൽ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ അമിത ഉപയോഗം അതും കൂടുതൽ ഒരു കാരണം തന്നെയല്ലേ? തീർച്ചയായിട്ടും മീഡിയ, സോഷ്യൽ മീഡിയ ഒക്കെ ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഘോഷം എന്ന് പറഞ്ഞാൽ അതിനൊപ്പം ലഹരി എന്നുള്ള ഒരു ഇക്വേഷൻ മനുഷ്യന്റെ മനസ്സിലേക്ക് പല തരത്തിലും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ സട്ടിലായിട്ടാവാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതും ആവാം, വളരെ എവിഡന്റ് ആയിട്ടുണ്ടായ സാഹചര്യവും ആകാം. ഇതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് സമൂഹത്തിന് ഒന്നടങ്കമായ വലിയൊരു മാറ്റമാണ് ആവശ്യം. സമൂഹത്തിലെ മുതിർന്ന വ്യക്തികൾ ലഹരി അടിമപ്പെടുകയും അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അടുത്ത തലമുറ ഇത് ചെയ്യാതിരിക്കുകയും വേണം എന്ന് പറയുന്നത്
പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്താണോ നമ്മൾ കാണുന്നത് അത് നമ്മൾ അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് മദ്യം കഴിക്കുന്നു എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. രഹസ്യമായി മദ്യം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്. വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടു. പല ഫാമിലി ഫംഗ്ഷൻസിനും അല്ലാത്തതിനും ഒക്കെ വളരെ പബ്ലിക്കായി തന്നെ മദ്യം വിളമ്പുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മളുടെ ഇന്നത്തെ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. അവിടുന്ന് ഈ പറയുന്ന വിധത്തിൽ കുട്ടികൾ ഇതിൽ നിന്ന് പിന്തിരിയണം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളിൽ നിന്ന് പിന്തിരിയണം, അവരുടെ ഫോക്കസ് മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം, കൂടുതൽ അവരെ പ്രൊഡക്റ്റീവ് ആക്കണം എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന കാര്യം അവയർനെസ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് അവർ മോഡല് ചെയ്യാൻ കാണാൻ പോകുന്ന ജീവിതം എന്ന് പറയുന്നത്. അത് മീഡിയയിലായാലും അവരുടെ സ്വന്തം ലൈഫിലായാലും സമൂഹത്തിലായാലും കൂടുതൽ ഇതുപോലെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഇടപഴകാനും, അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകളും മറ്റ് റീൽസും ഇതുപോലെ ഇതിന്റെയൊക്കെ സുഖവിവരങ്ങൾ വർണ്ണിക്കുന്ന മറ്റു കാര്യങ്ങളും കുട്ടികളുടെ മുന്നിലേക്ക് വരുന്തോറും അവരതിലേക്ക് തന്നെ പോകാനും അതിനകത്തൊരു പരിശ്രമം നടത്താനും എക്സ്പെരിമെന്റ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അവയർനെസ് ആണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. ലഹരി ഓരോ വ്യക്തിയും ഓരോ തരത്തിലാണ് ബാധിക്കുന്നത്. അത് ലഹരി ഉപയോഗിക്കുന്നവർ അതിൻ്റെ പ്രത്യാഘാതം തിരിച്ചറിയപ്പെടാതെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു വീണ്ടും അത് ആവർത്തിക്കുന്നതിൻ്റെ ഒരു കാരണമായി മാറുന്നത്. അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജീവശാസ്ത്രപരമായി തന്നെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും, അല്ലെങ്കിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ പോലുള്ളവരൊക്കെ മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ ആ കുട്ടിക്കും ആ ഒരു ആസക്തി വരാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ അതിനൊരു ജനറ്റിക് വൾണറബിലിറ്റി എന്ന് നമ്മൾ പറയും. സ്വാഭാവികമായി മാത്രം ചിന്തിച്ചാൽ മതി. ഒരു ഡയബറ്റിക് ഹിസ്റ്ററി ഉള്ള, ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു കുടുംബത്തിൽ അടുത്ത തലമുറയിലുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഡയബറ്റിക് ആവാനുള്ള സാധ്യത സാധാരണ ഒരു വ്യക്തിയേക്കാൾ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നതിലെ ലോജിക് എന്ന് പറയുന്നത്. കുടുംബത്തിൽ പലരും ലഹരിക്ക് അടിമപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യത ലഹരിക്ക് ഇല്ലാത്ത ഒരു കുടുംബത്തിനെക്കാട്ടിലും സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടുന്നത്. പിന്നെ ഇവിടെ ജനറ്റിക് വൾണറബിലിറ്റി മാത്രമല്ല, ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ആൽക്കഹോളിസം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഫാമിലിക്കകത്ത് അതിനകത്തുള്ള ഒരു എൻവയോൺമെന്റൽ ചാൻസസും കൂടുതലാണ്. അപ്പൊ കുട്ടി വീണ്ടും അതിലേക്ക് എൻവയോൺമെന്റലി അല്ലെങ്കിൽ ജനറ്റിക്കലി വൾണറബിൾ ആവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ തന്നെ അവർക്ക് നീഡ്സ് ആൻഡ് വാണ്ട്സ് അത് അവർക്ക് കൃത്യമായി അവരങ്ങ് തിരിച്ചറിയുന്നില്ല. അവരങ്ങ് വളർന്നു പോവുകയാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ പാരൻസ് അതിവേഗം നിറവേറ്റി കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ 100 രൂപ വേണമെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ 100 രൂപയല്ല 150, 200 രൂപ കൊടുക്കും. പണ്ടൊക്കെ ഒരു ഓണാഘോഷത്തിന് പിരിവ് എന്നൊക്കെ പറയുമ്പോൾ 10 രൂപ 20 രൂപയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഓരോ വിദ്യാലയങ്ങളിലും ചോദിക്കുന്ന റേറ്റ് അത് കൂടുതൽ കുട്ടികൾ വാങ്ങിക്കുകയാണ്. പാരൻസ് എന്താ എന്ന് പോലും നോക്കാതെ അവർക്കത് കൊടുക്കുകയാണ്. മൊബൈൽ ഫോൺ, ഫോണിന് ഫോൺ, വാച്ചിന് വാച്ച്, ഡ്രസ്സിന് ഡ്രസ്സ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർ അതിൻ്റെ എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് മനസ്സിലാകാതെ ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ശീലത്തിലേക്ക് വഴിവെക്കുകയല്ലേ? അത് ലഹരിക്ക് അടിമപ്പെടാൻ വേണ്ടി വഴിവെക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് വളരെ വിദൂരമായ ഒരു സാധ്യതയായിരിക്കണം നമുക്ക് കാണേണ്ടുന്നത്. പക്ഷേ കുട്ടികളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി രൂപീകരിച്ച് വരുന്നതിൽ ഈ പറയുന്ന ഈസിലി ഗ്രാറ്റിഫൈഡ് ആയിട്ട് കിട്ടുന്ന നീഡ്സ്, അല്ലെങ്കിൽ നീഡ് എന്താണ്, വിഷ് എന്താണ്, മസ്റ്റ് എന്താണ് എന്ന് തിരിച്ചറിയാതിരിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനെയും പേഴ്സണാലിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മൊബൈലും ടിവിയോ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടമോ ഇതൊന്നുമല്ല. നമ്മുടെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും. പേരൻസ് പലപ്പോഴും അവരുടെ ഫീഡിങ് ഹാബിറ്റ് നോക്കിയാൽ
കുട്ടിക്ക് വിശക്കുന്നു എന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും കൊടുക്കുന്നതിന് മുമ്പ് പാരന്റ്സിന് തോന്നുവാണ് കുട്ടി വിശക്കും, അല്ലെങ്കിൽ ഇത്രയും നേരമായി വിശക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് അവർക്ക് നീഡ് എന്താണ്, വിഷ് എന്താണ്, മസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പ്, അവർ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അവരുടെ നീഡ്സും വിഷസും എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ കഷ്ടപ്പെടേണ്ടുന്നത്? അവരെന്തിനു വേണ്ടിയാണ് റെസ്പോൺസിബിൾ ആവേണ്ടുന്നത്? അവർക്ക് ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യമില്ല, മോട്ടിവേറ്റഡ് ആവേണ്ടുന്ന കാര്യമില്ല, അവർ ഒന്നിനെ കുറിച്ചും സ്വപ്നം കാണേണ്ടുന്ന കാര്യമില്ല, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറിന്റെ ആവശ്യമില്ല. എല്ലാം ഈസി ആയിട്ട് നടന്നു പോകും എന്നൊരു ധാരണ നമ്മൾ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ നിന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളിൽ പോയി ചാടരുത്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതുപോലെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകരുത് എന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ പലതും മുൻകൂട്ടി ചെയ്തു കൊടുക്കുന്നത് കുട്ടികളുടെ പല സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അവസരം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.